കവർ ചെയ്യാതെ ഇത് വന്ന് നോക്കട്ടെ. ഭക്ഷണത്തിന് വേണ്ടി ചെറുതും വലുതുമായിട്ട് പല യാത്രകളും ഞാൻ ചെയ്യാറ്. അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് കഴിക്കണം എന്ന് ആഗ്രഹം തോന്നിയിട്ടുള്ള ഒരു കുസീനാണ് കൊല്ലം കുസീൻ. അപ്പൊ ഇന്ന് നമ്മുടെ പരിപാടി കൊല്ലം സൈഡിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന കൊഞ്ച് തീയൽ റെസിപ്പിയാണ്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. കൊഞ്ച് തീയലിന് ആവശ്യമുള്ള ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, കരിവേപ്പില, 2 കഷ്ണം കൊടംപുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ തേങ്ങ വറക്കാൻ പോവാണ്. അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് തേങ്ങയിട്ട് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് നമ്മൾ പതുക്കെ ചെറിയ തീയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യണം. നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറി ഏകദേശം ഇതുപോലെ ആകുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ചെറിയ തീയിൽ വേണം ഇത് ചെയ്യാൻ. എന്നിട്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് എടുത്ത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, ആവശ്യത്തിന് വെളിച്ചെണ്ണ. എന്നിട്ട് അതിലേക്ക് കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെയിൻ കഥാപാത്രമായിട്ടുള്ള ചെറിയ ഉള്ളിയാണ്. അതിൽ കുറച്ച് ചെറിയ ഉള്ളി ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിന്റെ സൈഡിൽ കൂടെ കുറച്ച് വേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതുകൂടി കണ്ടോളൂ കേട്ടോ. ഇനി നമ്മുടെ അടുത്ത പരിപാടി നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇതുപോലെ നമ്മുടെ ചെറിയുള്ളിയൊക്കെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നേരത്തെ ഇട്ടേ? തക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലരും അവസാനമാണ് ഇടുക. പക്ഷെ എനിക്ക് തക്കാളിയുടെ പച്ച ടേസ്റ്റ് കറിയിൽ വരുന്ന ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് കറി ഉണ്ടാക്കിയാലും അത് വഴറ്റുന്നതിന്റെ കൂട്ടത്തിട്ട് തക്കാളിയുടെ പച്ച ടേസ്റ്റ് ഒന്ന് കളയും. മാത്രമല്ല കറി കുറച്ചുകൂടെ നമുക്ക് കുറുകി കിട്ടുകയും ചെയ്യും. അപ്പൊ നമ്മളിനി അരപ്പിടാൻ പോണത് വെണ്ണ പോലെ ഇരിക്കുന്ന അരപ്പ് നോക്കി. പിന്നെ ഈസ്തെറ്റിക് ആയിട്ടൊന്നല്ല കേട്ടോ, നാടൻ സ്റ്റൈലിലാണ് നമ്മൾ അരപ്പിടാൻ പോകുന്നത്. അടുത്തതായിട്ട് കൊടംപുളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയ 2 കഷ്ണം കൊടംപുളിയാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി അതിലേക്ക് നമ്മുടെ തീയലിന് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കണക്കൊന്നും ചോദിക്കരുത്, കാരണം ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഞാൻ എന്റെ അമ്മൂമ്മയുടെയാണ് പഠിച്ചത്. മണിയമ്മ. ഇനി ഒന്ന് ഇളക്കി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. രാജാവ് സംഭവമാണ് കൊഞ്ചാണ്. കൊഞ്ച് നമ്മൾ ഈ കൊല്ലംകാരിയാണ് നയൻസ്. അപ്പൊ അവര് കൊഞ്ചെന്നാ പറയാ, ഞാനൊക്കെ ചെമ്മീനെന്നാ പറയാ കേട്ടോ. നമ്മളിത് ക്ലീൻ ചെയ്ത് ഇതിന്റെ സ്പൈനിലുള്ള സാധനമൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത്. ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഗ്രേവി നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. അത്രയും സൂപ്പർ മണം നമ്മുടെ ചെമ്മീനാട്ടോ. അതെ, എന്ത് രസാ. ഇത് കൊറേ ഉണ്ടല്ലോ. ഏകദേശം എത്ര കിലോ ഉണ്ട്? എന്റെ ഒരു 1/2 കിലോ ചെമ്മീൻ എടുത്തോട്ടെ. ഒരു 5 മിനിറ്റ്സ് 7 മിനിറ്റ്സ് മാക്സിമം ചെറിയ തീയിൽ സ്വസ്ഥം സമാധാനം ചെറിയ തീയിലിടുക. ചട്ടിയാണ് സംഭവം, നല്ല ചൂടാവും. അതൊക്കെ ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാം. നമ്മൾ ചെറിയൊരു പെഗ് അടിച്ച് തട്ടാം കേട്ടോ. നോക്കട്ടെ. ടേസ്റ്റ് എന്താ അറിയോ, സൂപ്പർ സാധനം. അപ്പൊ അവിടെ ഇരിക്കട്ടെ, നമ്മൾ അടുത്ത പരിപാടിക്ക് പോവാം. അങ്ങനെ നമ്മുടെ കൊഞ്ച് തീയിൽ ഒരു 1/2 മണിക്കൂറൊക്കെ റെസ്റ്റ് കഴിഞ്ഞ് നമ്മളിങ്ങനെ തുറന്നു നോക്കാം. തുറന്നു നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഇതാണ്. ആ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടിരിക്കുന്ന കാണാം. ആ കൊഞ്ചും ആ ഉള്ളിയും എല്ലാം അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ട് ഇപ്പൊ നമ്മുടെ കിച്ചൺ നിറച്ചും ഇതിന്റെ മണമാണ്. നല്ല തേങ്ങ വറുത്തരച്ചതിന്റെ മണം, ആ കൊഞ്ചിന്റെയും ചെറിയുള്ളിയുടെയും ഒരു മണം. സംഭവം അടിപൊളി മണമാണ്. നമ്മുടെ കൊഞ്ച് തീയിൽ നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നമുക്കിന്ന് സ്പെഷ്യലായിട്ടുള്ളത് ക്യാരറ്റ് തോരനും കൊഞ്ച് തീയിലും പുളിശ്ശേരിയും ചോറുമാണ്. ഞാൻ പറഞ്ഞില്ലേ കുറെ പേര് കഴിക്കാൻ വരുന്നത്. ലഞ്ച് കേട്ടോ, ക്യാരറ്റ് തോരൻ, നമ്മുടെ സ്പെഷ്യൽ സാധനം കൊഞ്ച് തീയൽ, പുളിശ്ശേരി, ചോറ്.
അപ്പോൾ ഞാൻ കഴിക്കുകയാണ് നോക്കും. കൊഞ്ച് തീരുന്ന കുറച്ച് കൊഞ്ചും ആ ഗ്രേവി കൂടി എടുത്ത് കുഴച്ച് വേണോ ഓ മനസ്സിലായി രക്ഷയില്ല. സൂപ്പറാണ്. ഗ്രേവി മാത്രം മതി കഴിക്കാം കേട്ടോ. ചുരുട്ടി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സൂപ്പറായിട്ടിരിക്കും. അപ്പോൾ കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. തരാം.